നമസ്കാരം. എല്ലാവരും കാത്തിരുന്ന ആ വിധിയെത്തി. ഇ.ഡി. അന്വേഷണത്തിന് അനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ CMRL ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇന്ന് ഹർജി പരിഗണിച്ചു. ഇ.ഡിക്ക് അന്വേഷണം തുടരുന്നതിൽ യാതൊരു തടസ്സവുമില്ലെന്നും ഇ.ഡിയുടെ അന്വേഷണം നിയമാനുസൃതമാണെന്നുമാണ് ഡിവിഷൻ ബെഞ്ച് ഇന്ന് വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് രാജാ വിജയരാഘവനും KV ജയകുമാറും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഈ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ വിധി CMRLന് കനത്ത തിരിച്ചടിയാണ്. CMRLന് മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ മകൾ വീണയ്ക്കും ഈ ഒരു വിധി കനത്ത തിരിച്ചടിയാണ്. വീണ ഈ കേസിൽ ഉൾപ്പെട്ടതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം വളരെ ആകാംക്ഷാഭരിതരായി ഈ വിധി എന്താണെന്നറിയാൻ വേണ്ടി കാത്തിരുന്നത്. ഒരാഴ്ച മുൻപാണ് പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ ഇ.ഡി. ഉദ്യോഗസ്ഥർ മാസപ്പടി കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പരിശോധനയ്ക്കെത്തിയത്. അങ്ങനെ പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരെയാണ് CPM നേതാക്കളുടെ സാന്നിധ്യത്തിൽ CPM ഗുണ്ടകൾ ആക്രമിച്ചു എന്ന് മാത്രമല്ല, അവർ വധിക്കാൻ ശ്രമിക്കുകയും അവരുടെ വാഹനം തല്ലി തകർക്കുകയും ഒക്കെ ചെയ്തു. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് 300-ലധികം പേർക്കെതിരെ കേസെടുത്തത്. അതിൽ 26 പേർ ഇപ്പോഴും ജയിലിലാണ്. CMRLന്റെ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുമ്പോൾ ഇ.ഡി. ഡയറക്ടർ രാഹുൽ നവീൻ ഇന്നലെ എറണാകുളത്തെത്തി. അദ്ദേഹം ഇന്ന് 10:30 ഇ.ഡിയുടെ എറണാകുളം സോണൽ ഓഫീസിൽ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുമെന്നും ഒരു യോഗം നടത്തുമെന്നും ഒക്കെ ഇന്നലെ വാർത്തകളുണ്ടായിരുന്നു. അത് തീർത്തും അസാധാരണമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇ.ഡി. ഡയറക്ടർ നേരിട്ട് ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു യോഗത്തിലെത്തുക എന്ന് പറഞ്ഞാൽ അത് അസാധാരണമായിട്ടുള്ള ഒരു നടപടിയാണ്. അദ്ദേഹം ഇന്നലെ തന്നെ എത്തി. ഇന്ന് 10:15 ഹൈക്കോടതിയിൽ നിന്ന് ഈ വിധി വരുന്നത്. അതിനുശേഷമാണ് ഇ.ഡിയുടെ ഈ യോഗം. ഈ യോഗത്തിൽ നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് അറിയുന്നത്. അന്വേഷണം തുടരുന്നതിൽ തടസ്സമില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടതോടെ സുപ്രീം കോടതിയെ സമീപിക്കാൻ 2 ആഴ്ചത്തെ സാവകാശം CMRLന്റെ അഭിഭാഷകൻ കോടതിയോട് അഭ്യർത്ഥിച്ചു. പക്ഷേ കോടതി അനുവദിച്ചില്ല. നിർണായകമായ കോടതി വിധി പുറത്തു വന്നതോടെ അടുത്ത ഘട്ടത്തിലുള്ള നടപടികൾ ചർച്ച ചെയ്യാനായി ഇപ്പോൾ കൊച്ചിയിലുള്ള ഇ.ഡി. ഡയറക്ടർ രാഹുൽ നവീൻ്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഏജൻസികൾ യോഗം ചേരുകയാണ്. ഇ.ഡി. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് CMRL ഹർജി നൽകിയത്. ഈ ഹർജി തള്ളിക്കൊണ്ടുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ ഇടപെടാനുള്ള യാതൊരു കാരണങ്ങളും ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് ECIR രജിസ്റ്റർ ചെയ്ത് തെളിവ് ശേഖരണത്തിനായി നോട്ടീസ് അയക്കാൻ ഇ.ഡിക്ക് അധികാരമുണ്ടോ? ഷെഡ്യൂൾഡ് കുറ്റകൃത്യത്തെക്കുറിച്ച് FIR രജിസ്റ്റർ ചെയ്യാതെ അന്വേഷിക്കാമോ? തുടങ്ങി ഇ.ഡിയുടെ അധികാര പരിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് CMRL നൽകിയ അപ്പീലിലെ കാര്യങ്ങളാണ് കോടതി ഇന്ന് പരിശോധിച്ചത്. സിവിൽ നടപടികളുമായി ബന്ധപ്പെട്ട് ECIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നതിൽ നിയമപരമായി തെറ്റില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇ.ഡിയുടെ വാദം ഈ കോടതി അംഗീകരിച്ചത്. അതുകൊണ്ട് തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം അന്വേഷണം നടത്താൻ ഇ.ഡിക്ക് കഴിയും. ഇക്കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ഇതിൽ ഇടപെടാൻ കാരണങ്ങൾ ഒന്നും കാണുന്നില്ലെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് CMRLന്റെ ഈ ഹർജി ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുന്നത്. ഇത് വീണയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. കാരണം അച്ഛൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അന്വേഷണങ്ങളെയൊക്കെ ഒരു പരിധിവരെ എന്നല്ല പൂർണ്ണമായും നിയന്ത്രിച്ചു നിർത്താൻ വീണയ്ക്കും പിണറായി വിജയനും ഒക്കെ കഴിഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി വ്യത്യസ്തമാണ്. കാര്യങ്ങളൊക്കെ തിരിച്ചടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരുപാട് പേരെ ഇത്തരത്തിൽ കള്ളക്കേസുകൾ ഉണ്ടാക്കി ജയിലിലടച്ച ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയന് ഇപ്പോൾ ഇത് ഇങ്ങനെ അദ്ദേഹം മകൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, മകളുടെ അച്ഛനെന്നൊക്കെയാണ് പലരും വിശേഷിപ്പിക്കുന്നത്. പിണറായി വിജയനെയും മകളെയും സംബന്ധിച്ചിടത്തോളം ഈ വിധി വളരെ നിർണായകമാണ്. കാരണം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ BJPക്ക് ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് BJP അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്താൻ ശ്രമിച്ചത്. അതിൻ്റെയൊക്കെ ഫലമാണല്ലോ സുപ്രീം കോടതിയിൽ നിലവിലിരിക്കുന്ന പിണറായി വിജയൻ പ്രതിയായ ലാവ്ലിൻ കേസ് 48 തവണയിലേറെ നീട്ടിവെച്ചത്. ഇ.ഡി. അന്വേഷണം റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ച CMRLന്റെ ഹർജി പോലും 26-27 തവണയിലേറെ മാറ്റിവെക്കുന്ന സാഹചര്യമുണ്ടായത്. പക്ഷേ അതിനുശേഷം ഈ തിരഞ്ഞെടുപ്പ് ഫലമൊക്കെ അറിഞ്ഞ് പിണറായി വിജയന് വെറും കീറക്കടലാസിൻ്റെ വില മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നടപടികളൊക്കെ വേഗത്തിലായത്. ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ്, രാഷ്ട്രീയ വൈരമാണെന്നൊക്കെ പറഞ്ഞ CPM നേതാക്കൾക്ക് തള്ളാം എങ്കിലും അതൊക്കെ ജനങ്ങൾ വിശ്വസിക്കില്ല. കാരണം ഈ 2,78,00,000 രൂപ CMRL എന്തിനു വേണ്ടിയാണ്, എന്തു സേവനം ചെയ്തിട്ടാണ് പിണറായി വിജയൻ്റെ മകൾ വീണയ്ക്ക് കൊടുത്തത് എന്ന ഒരൊറ്റ ചോദ്യത്തിൻ്റെ ഉത്തരം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ബോധ്യമാകുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഉരുണ്ടുകളിയൊന്നും ഇനി നടക്കാൻ സാധ്യതയില്ല. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന് ശേഷം ഇ.ഡി. വളരെ ശക്തമായിട്ടുള്ള നിലപാടാണ് എടുക്കുന്നത്. CPM നേതാക്കൾ അറിയാതെ ഈ ഒരു ആക്രമണം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ അവർക്കെതിരെയും നടപടി വേണം എന്നുള്ള ശക്തമായ ഉറച്ച തീരുമാനത്തിലാണ് ഇ.ഡി. എത്തിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇ.ഡി. ഡയറക്ടർ നേരിട്ട് കൊച്ചിയിലെത്തി ഇത്തരത്തിൽ നിർണായകമായിട്ടുള്ള ഒരു വിധി വന്നതിന് പിന്നാലെ തന്നെ ഒരു യോഗം ചേരുമ്പോൾ അത്
തീർച്ചയായും വീണയ്ക്കെതിരായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുമാത്രമല്ല, സുപ്രീം കോടതിയെ സമീപിക്കാൻ 2 ആഴ്ച സമയം വേണമെന്ന് CMRLന്റെ അഭിഭാഷകൻ പറഞ്ഞപ്പോൾ പോലും അത് അംഗീകരിക്കാൻ കോടതി തയ്യാറായിട്ടില്ല. അതായത് കോടതിക്ക് പോലും ബോധ്യമായിരിക്കുന്നു ഇതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാട് നടന്നിട്ടുണ്ട്, വീണ ചെയ്യാത്ത സേവനത്തിനാണ് പണം കൈപ്പറ്റിയത് എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ 2 ആഴ്ച പോയിട്ട് 2 മണിക്കൂറുകൾ പോലും പിണറായി വിജയനെയും മകളെയും സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. വരുന്ന ദിവസങ്ങളിലോ മണിക്കൂറുകളിലോ വീണയെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. കാരണം EDയെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ അഭിമാന പ്രശ്നമാണ്. ഒരു ഡൂക്കിലി രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നിൽ തങ്ങളുടെ ഉദ്യോഗസ്ഥർ തോറ്റുപോയി എന്നുള്ള ഒരു ധാരണ പൊതുസമൂഹത്തിനുണ്ടെങ്കിൽ അത് തിരുത്താൻ കൂടി തന്നെയാണ് EDയുടെ തീരുമാനം. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയന്റെ പൊന്നമോനപുത്രിയുടെ അറസ്റ്റ് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകും. എന്തായാലും EDയുടെ നിർണായക യോഗം ചേർന്നതിന് ശേഷം അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് ശേഷം മാത്രമാണ് ഇനി കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാനാവുക.